ഗുഡ് മോർണിംഗ് എവരിബഡി. അടുത്ത പ്രോബ്ലം 27. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു വന്ന ഏകദേശം അതേ ടൈപ്പിലുള്ള ഒരു പ്രോബ്ലമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോട്ട് ചെയ്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ എങ്ങാനുമാണ് ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ വേറെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ, അതായത് ഇതിലത്തെ ഒന്നും വ്യത്യാസമില്ലാതെ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും പാടെ ചേർത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അല്ലാതെ ഇത് ഒറ്റ ഇയറിന് മാത്രമായിട്ട് ചോദിച്ചതല്ല. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ഏതൊരു വർഷം ചോദിച്ചിട്ടുണ്ട്, 4ാമത്തെ ക്വസ്റ്റ്യൻ വേറൊരു വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറി മാറി ചോദിക്കാം. അപ്പോൾ അത് എന്തായാലും മനസ്സിലാക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്, 30 opted for NCC, 32 opted for NSS, and 24 opted for both NCC and NSS. If one of these students is selected at random, find the probability that first question, the student opted for NCC or NSS. Second question, the student has opted for neither NCC nor NSS. Third question, the student has opted NSS but not NCC. Fourth question, the probability that the student has opted for exactly one of NCC or NSS. ഈ ഒരു ക്വസ്റ്റ്യൻ ഇടയിൽ ചേർത്തതാവുകൊണ്ടാണ് ഇവിടെ പ്രോബബിലിറ്റി വന്നത്. ഒരേപോലെ വരേണ്ടതാട്ടോ. ഇത് ആക്ച്വലി 4ാമത്തെ ക്വസ്റ്റ്യൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ഒന്നും വേണമെന്നില്ല. ദ സ്റ്റുഡൻറ് ഹാസ് ഓപ്റ്റഡ് ഫോർ എക്സാക്ട്ലി വൺ ഓഫ് NCC ഓർ NSS എന്ന് മതി. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ക്ലാസ്സിൽ ടോട്ടൽ 60 കുട്ടികളുണ്ട്. അതിൽ 30 കുട്ടികളെ NCCയിലേക്ക് തിരഞ്ഞെടുത്തു, 32 കുട്ടികളെ NSSലേക്ക് തിരഞ്ഞെടുത്തു. ആൻഡ് 24 ഓപ്റ്റഡ് ഫോർ ബോത്ത് NCC ആൻഡ് NSS. 24 പേരെ NCCയിലേക്കും NSSയിലേക്കും തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇഫ് വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം, ഒരു കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്യണം. വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം. വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം എന്ന് പറഞ്ഞാൽ എന്താണ്? 60 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടികളെ റാൻഡമായി സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 60 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടീനെ സെലക്ട് ചെയ്യലാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ് ഓപ്റ്റഡ് ഫോർ NCC ഓർ NSS. NCC ഓർ NSSയിലേക്ക് സെലക്ട് ചെയ്ത കുട്ടികളുടെ പ്രോബബിലിറ്റി എന്താണ്? അങ്ങനെ ചെയ്യാനുള്ള ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്. അതിൽ 30 കുട്ടികളെ NCCയിലേക്ക് തിരഞ്ഞെടുത്തു, 32 കുട്ടികളെ NSSയിലേക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 2 ഇവൻറ്റുകൾ ഡിഫൈൻ ചെയ്യുകയാണ്. എ എന്ന് പറഞ്ഞ ഇവന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എ ബി ദ ഇവന്റ് സച്ച് ദാറ്റ് ദ സ്റ്റുഡൻറ് ഹാസ് ഓപ്റ്റഡ് ഫോർ NCC. അതായത് NCCയിലേക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ, ആ ഇവന്റിനെയാണ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞാൽ ദ സ്റ്റുഡൻറ് ഹാസ് ഓപ്റ്റഡ് ഫോർ NSS. അപ്പം നമ്മളെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 60 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളെ സാമ്പിൾ സ്പേസിൽ എന്തുണ്ടായിരിക്കും? ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന എല്ലാ കുട്ടികളും ഉണ്ടായിരിക്കും. അതായത് സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? 60 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടീനെ തിരഞ്ഞെടുക്കുക. ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ 60 പേര്. അതിൽ ഒരു കുട്ടീനെ നമുക്ക് എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം? 60C1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 60 തന്നെയാണ്. അല്ലെങ്കിൽ ആലോചിച്ച് അറിഞ്ഞൂടെ, ആ ക്ലാസ്സിൽ ആകെ 60 കുട്ടികൾ, നമ്മൾ ഒരു കുട്ടീനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള സാമ്പിൾ സ്പേസിൽ ആ ക്ലാസ് മൊത്തം കുട്ടികളും ഉണ്ടായിരിക്കും. അതായത് സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻ്റ് ഉണ്ടായിരിക്കും? 60 എലമെൻ്റ് ഉണ്ടായിരിക്കും. അത് നമുക്കറിയണം. ഇവിടെ എഴുതിയിട്ടുണ്ട് NS = 16 എന്നുള്ളത്. സാമ്പിൾ സ്പേസിൽ 60 കുട്ടികളാണ്. ഡൗട്ട് ഉള്ളവർ ഇത് സൈഡിൽ എഴുതി വെച്ചോളൂ. എങ്ങനെയാണ് 60 കിട്ടിയെന്നുള്ളത്? 16C1. നമുക്ക് ഒരു കുട്ടീനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. എത്ര പേരിൽ നിന്ന്? 60 പേരിൽ നിന്ന്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 16C1 ആണ്. വിഷ് = 60. ഇനി എ എന്ന് പറഞ്ഞ ഇവന്റ് എന്താ പറയുന്നത്? എ എന്ന് പറഞ്ഞ ഇവന്റിൽ എന്താ ഉണ്ടാവുക? എ എന്ന് പറഞ്ഞ ഇവന്റിൽ NCCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ കളക്ഷനാണ് എ എന്ന് പറയുന്നത്.
അതാണ് ഇവന്റ്. നമ്മൾ മൊത്തം കുട്ടികളെ സാമ്പിൾ സ്പേസിൽ ഇപ്പം സം നമ്പർ കൊടുത്തിട്ട് A1 A2 എക്സെട്ര മൊത്തം 60 കുട്ടികളുണ്ട്, A16 എന്ന് പറഞ്ഞ് എഴുതുകയാണെന്ന് വെച്ചോളൂ. നമ്മളെ സാമ്പിൾ സ്പേസിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ബേസ് ആയിട്ട് ഏറ്റവും താഴ്ന്ന ലെവലിൽ ചിന്തിക്കണം. സാമ്പിൾ സ്പേസ് എന്താ വരിക എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് ആ ഇവന്റ് എങ്ങനെ എഴുതുക, ഇവന്റിൽ എങ്ങനെയൊക്കെയാണ് എലമെന്റ്സ് ഉണ്ടാവുക എന്നൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ സാമ്പിൾ സ്പേസിൽ ഉണ്ടാവുക 60 കുട്ടികളാണ്, ഒരു ക്ലാസ്സിലെ 60 കുട്ടികൾ. ഞാൻ അവരെ A1 A2 എക്സെട്ര ഇങ്ങനെ പോയി നമുക്ക് എത്ര എലമെന്റ്സ് വരും, A16 എന്ന് പറഞ്ഞ ഒരു സെറ്റാണ് ഉണ്ടാവുക. ഇത്രയും എലമെന്റ്സ് വരില്ലേ. അപ്പോൾ 60 എലമെന്റ് ഉണ്ട്, അതിന് ഞാൻ A1 A2 എന്ന് വിളിച്ചു. ഇതാണ് നമ്മളെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ. എ എന്ന് പറഞ്ഞ ഇവന്റ് എന്താ പറയുന്നത്, എ ബി ദ ഇവന്റ് സച്ച് ദാറ്റ് ദ സ്റ്റുഡൻറ് ഹാസ് ഓപ്റ്റഡ് ഫോർ NCC. അതായത് NCCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് എ എന്ന് പറഞ്ഞ ഇവന്റിൽ ഉണ്ടാവുക. ബി എന്ന് പറഞ്ഞ ഇവന്റിൽ NSSലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ എ എന്ന് പറഞ്ഞ ഇവന്റിനെ ഞാൻ B1 B2 എക്സെട്ര എന്ന് എഴുതുകയാണെങ്കിൽ ഇതിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? ഇവിടെ അവർ പറയുന്നുണ്ട് 13 കുട്ടികളെയാണ് NCCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 13 കുട്ടികളാണ് NCCയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ B1 B2 എക്സെട്ര എത്ര കുട്ടികളാണ് ഉണ്ടാവുക? B16 കുട്ടികളാണ് ഉണ്ടാവുക. B16 അല്ല, B13 കുട്ടികളാണ് ഉണ്ടാവുക. അതേപോലെ ബി എന്ന് പറഞ്ഞ സെറ്റിൽ NSSലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള കുട്ടികളാണ്. അതിന് ഞാൻ C1 C2 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? 32 കുട്ടികൾ. അതായത് ബി എന്ന് പറഞ്ഞ സെറ്റിൽ C1 C2 എക്സെട്ര C32 എന്നാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇത് മനസ്സിലായില്ലേ? ഈ ഒരു സാമ്പിൾ സ്പേസ് എന്താണ്, ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, ആ ഇവന്റുകൾ എന്താണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഇവന്റിന്റെയും പ്രോബബിലിറ്റി ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓരോ ഇവന്റുകളുടെയും പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി എ എന്ന് പറഞ്ഞ ഇവന്റ് ഞാൻ ഡിഫൈൻ ചെയ്തു, ബി എന്ന് പറഞ്ഞ ഇവന്റ് ഡിഫൈൻ ചെയ്തു. സാമ്പിൾ സ്പേസിൽ 60 എലമെന്റ് ആണെന്ന് എടുത്തു. നമ്പർ ഓഫ് സ്റ്റുഡൻറ് ഹു ഹാവ് ഓപ്റ്റഡ് ഫോർ NCCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള കുട്ടികളുടെ എണ്ണം 30 ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? 30 എലമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ എ എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്താണ്? എ എന്ന് പറഞ്ഞ ഇവന്റ് പറഞ്ഞ N(A) ഡിവൈഡഡ് ബൈ N(S) വിച്ച് ഈക്വൽ ടു 30/60 വിച്ച് ഈക്വൽ ടു 1/2. 1/2 എഴുതണം എന്ന് നിർബന്ധമില്ല, 1/2 എഴുതാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇനി വരുന്നതിലൊക്കെ ഡിനോമിനേറ്റർ കോമൺ ആക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ 60 ആക്കി നിർത്തുകയാണ് നല്ലത്. അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ 60 ആക്കിയിട്ട് തന്നെയാണ് നിർത്തുന്നത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ എഴുതുമ്പോൾ ഈ 1/2 എന്നാണ് വെട്ടിക്കളഞ്ഞോളൂ. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 16 എഴുതിയാൽ മതി. 1/2 എന്നാക്കിയിട്ട് അതിനെ മാറ്റി എഴുതണ്ട, 30 ഡിവൈഡഡ് ബൈ 60. അപ്പൊ എ എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി കിട്ടി. ഇതേപോലെ ബി എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? ബി എന്ന് പറഞ്ഞ ഇവന്റ് NSSലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ കളക്ഷൻ ആണ്. അപ്പൊ N(B) എന്ന് പറഞ്ഞാൽ 32 ആണ് വരിക. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ N(B) ഡിവൈഡഡ് ബൈ N(S) വിച്ച് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 16 വരും. ഇനി ഇവിടെ പറയുന്നുണ്ട് 24 സ്റ്റുഡൻസ് ഓപ്റ്റഡ് ഫോർ ബോത്ത് NCC ആൻഡ് NSS. അപ്പൊ ഇവിടുത്തെ ഈ ഇവന്റ് എന്താ? ബോത്ത് NCC ആൻഡ് NSS. NCCയിലേക്കും NSSയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടത്. NCCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇവന്റ് എ ആണ്, NSSയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇവന്റ് ബി ആണെങ്കിൽ രണ്ടിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവന്റിനെ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? A ഇന്റർസെക്ഷൻ ബി. അപ്പൊ N(A) ഇന്റർസെക്ഷൻ ബി ആണ് 24 എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. അങ്ങനെ നമുക്ക് എ എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി കിട്ടും, ബി എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി കിട്ടും, A ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി കിട്ടും. അതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം വേണം നമ്മൾ എന്തെഴുതാൻ? ബാക്കിയുള്ള ഈ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ. അപ്പോൾ ഇത് എഴുതുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച് വെച്ചതിന് ശേഷമാണ് ഈ 4 ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിച്ച പോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബിയും കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഈ ഇന്റർസെക്ഷൻ ബിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. പറഞ്ഞതാണ് ബിയിൽ 32 എലമെന്റ്സ് ആണ് ഉള്ളത്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ 16. എ ഇന്റർസെക്ഷൻ ബിയിൽ 24 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 16 വരും. അതൊന്ന് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം.
ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സ്റ്റുഡൻറ് ഓപ്റ്റഡ് ഫോർ NCC ഓർ NSS. NCC ഓർ NSSലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ആ ഇവന്റ് എന്തായിരിക്കും വരിക? NCCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവന്റിനെ നമ്മൾ A എന്നാണ് ഡിനോട്ട് ചെയ്യുക. NSSലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇവന്റിനെ B എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ A ഓർ B. NCC ഓർ NSS എന്ന് പറഞ്ഞാൽ A ഓർ B എന്ന് വരും. A ഓർ B എന്ന് പറഞ്ഞാൽ എന്താണ്? A ഓർ B എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ആണ്. A ഓർ B എന്ന് പറഞ്ഞ ഇവന്റ് എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A ഓർ B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. ബൈ ഡെഫിനിഷൻ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. നമ്മൾ കുറേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ 60 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ 60. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 60. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതൊക്കെ പേടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 30 പ്ലസ് 32 മൈനസ് 24. ഒക്കെ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്യേണ്ടതോടത്ത് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യേണ്ടതോടത്ത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 19 ഡിവൈഡഡ് ബൈ 16 എന്നാണ് ആൻസർ വരിക. 19 ഡിവൈഡഡ് ബൈ 16 ആൻസർ വരും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രോബബിലിറ്റി ഓഫ് ദി ഇവന്റ് ദാറ്റ് ദ സ്റ്റുഡൻറ് ഹാസ് ഓപ്റ്റഡ് നെയ്തർ NCC നോർ NSS. NCCയിലും NSSലും വരാത്ത ഇവന്റിന്റെ പ്രോബബിലിറ്റി. ദ സ്റ്റുഡൻറ് ഹാസ് ഓപ്റ്റഡ് നെയ്തർ NCC നോർ NSS. NCCയിലും ഉണ്ടാവരുത്, NSSലും ഉണ്ടാവരുത്. ആ ഇവന്റ് ഏതായിരിക്കും? NCCയിൽ ഉണ്ടാവുന്ന ഇവന്റിനെ നമ്മൾ എന് എടുത്തു, NSSൽ ഉണ്ടാവുന്ന ഇവന്റിനെ ബിന്ന് എടുത്തു. അപ്പോൾ NCCയിൽ ഉണ്ടാവാത്ത ഇവന്റ് എന്തായിരിക്കും വരിക? A കോംപ്ലിമെന്റ് അല്ലെങ്കിൽ A'. NSSന് വരാത്ത ഇവന്റ് ഏതായിരിക്കും വരിക? B'. രണ്ടിലും വരരുത് പറഞ്ഞാൽ എയിലും വരരുത് ബിയിലും വരരുത്. അപ്പോൾ A' ആൻഡ് B' എന്നാണ് വരിക. A' ആൻഡ് B' നമ്മൾ A' ഇന്റർസെക്ഷൻ B' എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ദിസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? പ്രോബബിലിറ്റി ഓഫ് A' ഇന്റർസെക്ഷൻ B' ഈക്വൽ ആയിരിക്കും. രണ്ടിലും വരരുത്, NSSലും വരരുത്, NCCയിലും വരരുത്. NSSൽ വരാത്തവർ A ആണ്, അപ്പോൾ NSSൽ വരുന്നവർ A ആണ്, അപ്പോൾ NSSൽ വരാത്തവരെ പറഞ്ഞ A'. അതേ NCCയിൽ വരുന്നവർ A ആണ്, അപ്പോൾ NCCയിൽ വരാത്തവരെന്ന് പറഞ്ഞ A'. NSSൽ വരുന്നവർ B ആണ്, അപ്പോൾ NSSൽ വരാത്തവർ B'. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് A, പ്രോബബിലിറ്റി ഓഫ് B, പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഒന്നും കൂടെ എടുത്ത് എഴുതിയെന്ന് മാത്രം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രോബബിലിറ്റി ഓഫ് സ്റ്റുഡൻറ് ഓപ്റ്റഡ് ഫോർ നെയ്തർ NCC നോർ NSS. നെയ്തർ NCC പറഞ്ഞാൽ NSSും അല്ല NCCയും അല്ല, അതാണ് മീനിങ്. അപ്പം NSSൽ അല്ലാത്തവരെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? NSSൽ വരുന്നവർ A ആണെങ്കിൽ NSSൽ വരാത്തവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A' ആയിരിക്കും. അതേപോലെ NCCയിൽ വരാത്തവർ A' ആയിരിക്കും, NSSൽ വരാത്തവർ B' ആയിരിക്കും. അപ്പോൾ A' ഇന്റർസെക്ഷൻ B' എന്നാണ് വരിക. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A' ആൻഡ് B'. അതെന്ന് പറഞ്ഞാൽ A' ഇന്റർസെക്ഷൻ B'. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ആണ്. ഇപ്പോൾ പ്രോബബിലിറ്റി കൊടുത്തു. ഞാൻ ഇവന്റ് ആണ് ആദ്യം പറഞ്ഞോളൂ, അതിൻ്റെ കൂടെ പ്രോബബിലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് A' ഇന്റർസെക്ഷൻ B'. പ്രോബബിലിറ്റി ഓഫ് A' ഇന്റർസെക്ഷൻ B' എന്താ? ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഹോൾ ഡാഷ് അല്ലേ? ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് A' ഇന്റർസെക്ഷൻ B' എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ഹോൾ ഡാഷ്. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഹോൾ ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കുക? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. നമ്മൾ കുറേ പറഞ്ഞതാണ്. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് അതിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി ആണ്. അല്ലെങ്കിൽ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി പ്ലസ് അതിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് രണ്ടും ആഡ് ചെയ്താൽ 1 ആണ് വരിക. അപ്പോൾ A യൂണിയൻ B ഹോൾ ഡാഷിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ചെയ്താൽ മതി. A യൂണിയൻ Bന്റെ കോംപ്ലിമെന്റ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ 1 മൈനസ് ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി ചെയ്യുക. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 19 ഡിവൈഡഡ് ബൈ 16 എന്നുള്ളത്. അപ്പോൾ അത് ഇതിൽ കൊടുത്താൽ മതി. അതിന് വീണ്ടും ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട. ഇത് എവിടെയും നമ്മൾ ചെയ്തില്ലെങ്കിൽ ഫോർമുല അവിടെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. A പാർട്ടിൽ ഓൾറെഡി അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റിക്ക് ഡയറക്റ്റ് 19 ഡിവൈഡഡ് ബൈ 16 കൊടുത്താൽ മതി. അപ്പോൾ അത് കൊടുക്കുമ്പോൾ എന്ത് വരും?
equal to 1 minus 19 divided by 13. Minute. 19 divided by 13 അല്ല 19 divided by 60 എന്നാട്ടോ വരിക. ഇവിടെ എഴുതിയപ്പോൾ 13 ആയതാണ്. ഇത് 16 ആക്കണേ. 90 divided by 60. അപ്പോൾ ചെയ്യുമ്പോൾ 1 into 60 minus 19 divided by 16 വരും. അപ്പോൾ ഇത് മാറ്റി എഴുതണേ. ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ എന്താ മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിച്ചപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 38 ഡിവൈഡഡ് ബൈ 16 എന്നാണ് വരിക, വിച്ച് ഈക്വൽ ടു 19 ഡിവൈഡഡ് ബൈ 30. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 19 വരും, ഇവിടെ 13 വരും. ഞാൻ എഴുതി വന്നപ്പോൾ അറിയാതെ 19 ഡിവൈഡഡ് ബൈ 16 എഴുതി പോയതാണ്. അത് 19 ഡിവൈഡഡ് ബൈ 13 ആക്കുക കേട്ടോ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണെന്ന് അറിയാം, 19 ഡിവൈഡഡ് ബൈ 13 ആണെന്ന് അറിയാം. അതിവിടെ കൊടുക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഉണ്ടായിരുന്നത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്, വിച്ച് ഈക്വൽ ടു 1 മൈനസ് 19 ഡിവൈഡഡ് ബൈ 13, വിച്ച് ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 30 മൈനസ് 19 ഹോൾ ഡിവൈഡഡ് ബൈ 30. 13 19 പോയ 11 വരും, 11 ഡിവൈഡഡ് ബൈ 13. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 11 ഡിവൈഡഡ് ബൈ 13 ആണ് വരിക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NSS ആൻഡ് നോട്ട് NCC. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് ദി സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്റ്റഡ് NSS ബട്ട് നോട്ട് NCC. NSS ഓപ്റ്റ് ചെയ്യുക, പക്ഷെ എന്ത് ഓപ്റ്റ് ചെയ്യാൻ പാടില്ല? NSS ഓപ്റ്റ് ചെയ്യുക ബട്ട് നോട്ട് NCC. NSS ഓപ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ B എന്നാണ് വിളിച്ചിട്ടുള്ളത്. NCC ഓപ്റ്റ് ചെയ്യുന്നവരെ A എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് NSS ഓപ്റ്റ് ചെയ്യണം ബട്ട് നോട്ട് NCC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് നോട്ട് NCC എന്ന് പറഞ്ഞാൽ NSS ഓപ്റ്റ് ചെയ്യുന്നവർ B, നോട്ട് NCC എന്ന് പറഞ്ഞാൽ എന്ത് വരും? A' വരും അല്ലേ? NCC ഓപ്റ്റ് ചെയ്യുന്നവരെ A എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ NCCയിൽ ഇല്ലാത്തവരെ നമ്മൾ A' എന്നാണ് എഴുതുക. NSSലുള്ളവരെ B ആൻഡ് നോട്ട് NCC. ഇവിടെ രണ്ടും നടക്കണ്ടേ? NSSൽ വരും വേണം, പക്ഷേ NCCയിൽ ഉണ്ടാവാനും പാടില്ല. NSSൽ വരണം ആൻഡ് NCCയിൽ നോട്ട് ഇൻ NCC. അവിടെ ആൻഡ് ആണ് വരിക. ആൻഡ് വരുമ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് വരും. അപ്പോൾ ആക്ച്വലി ആ ഇവൻ്റ് എന്തായിരിക്കും? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NSSൽ വരുന്നവർ B ആണ്, NCCയിൽ വരാത്തവർ A' ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓപ്റ്റഡ് ഫോർ NSS ആൻഡ് നോട്ട് NCC എന്നാണ്. ആൻഡ് വന്നതുകൊണ്ട് അവിടെ ഇൻ്റർസെക്ഷൻ വരും. അപ്പോൾ B ഇൻ്റർസെക്ഷൻ A' എന്നാണ് അവിടുത്തെ ഇവൻ്റ് വരിക. B ഇൻ്റർസെക്ഷൻ A' നമ്മൾ എങ്ങനെ എഴുതുക? B മൈനസ് A, ബിയിലുള്ളതും Aയിൽ ഇല്ലാത്തതും. അപ്പോൾ B മൈനസ് A എന്ന് നമ്മൾ എഴുതും. പ്രോബബിലിറ്റി ഓഫ് B മൈനസ് A. പ്രോബബിലിറ്റി ഓഫ് B മൈനസ് A എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് B ഇൻ്റർസെക്ഷൻ A, അല്ലെങ്കിൽ B ഇൻ്റർസെക്ഷൻ A എന്ന് പറയുന്നത് A ഇൻ്റർസെക്ഷൻ Bനോട് ഈക്വൽ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് എഴുതും. പ്രോബബിലിറ്റി ഓഫ് B മൈനസ് A എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് B ഇൻ്റർസെക്ഷൻ A ആണ്. B ഇൻ്റർസെക്ഷൻ Aയും A ഇൻ്റർസെക്ഷൻ Bയും സെയിം ആയതുകൊണ്ടാണ് A ഇൻ്റർസെക്ഷൻ B എന്ന് ഇവിടെ എഴുതാൻ കാരണം. പ്രോബബിലിറ്റി ഓഫ് Bയും അറിയാം, പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ Bയും അറിയാം. രണ്ടും കൊടുക്കുക. പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ 60. പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ അത് കൊടുക്കുമ്പോൾ 32 ഡിവൈഡഡ് ബൈ 60 മൈനസ് 24 ഡിവൈഡഡ് ബൈ 60. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 24 ഹോൾ ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. ചെയ്യുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 60, 8 ഡിവൈഡഡ് ബൈ 60 ആണ്. 8നെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാലോ. 8നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് വരും. 16നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 വരും. 2/15 ആണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2/15 ആണ്. 8/16 വരും. 8നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 2, 16നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 15. അപ്പോൾ 2/15 ആണ് ആൻസർ വരിക. ശ്രദ്ധിക്കുക. സ്റ്റുഡൻറ്റ് പ്രോബബിലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NSS ആൻഡ് നോട്ട് NCC എന്നാണ് പറയുന്നത്. NSSൽ വേണം, പക്ഷേ NCCയിൽ ഉണ്ടാവാൻ പാടില്ല.
NSSലുള്ള ആൾക്കാരെ നമ്മൾ ബി എന്ന് പറഞ്ഞ ഇവൻ്റ് ആക്കിയിട്ട് എടുത്തു. NSSലുള്ളവരെ എ എന്ന് പറഞ്ഞ ഇവൻ്റ് ആക്കിയിട്ട് എടുത്തു. അപ്പോൾ നോട്ട് NSS എന്നാണ് പറഞ്ഞത്. അപ്പോൾ എ ഡാഷ്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ്. അതെന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അത് ഓരോന്നും എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തെ അല്ല. 3 കേട്ടോ ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The probability that the student has opted for exactly one of NCC or NSS. Exactly one of NCC or NSS എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒന്നിൽ വരുന്നത്, ഏതെങ്കിലും കൃത്യം ഏതെങ്കിലും ഒന്നിൽ വരുന്നത്. അതായത് NCCയിൽ വന്നാൽ പിന്നെ NSSൽ വരാൻ പാടില്ല, NSSൽ വന്നാൽ NCCയിൽ വരാൻ പാടില്ല. അങ്ങനെയുള്ള പ്രോബബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. NCCയിൽ വന്നാൽ പിന്നെ NSSൽ വരരുത്, NSSൽ വന്നാൽ പിന്നെ NCCയിൽ വരരുത്. ഏതെങ്കിലും ഒറ്റൊന്നിൽ മാത്രമുള്ളതിൻ്റെ പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇവൻ്റ് എന്തായിരിക്കും വരിക? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. പ്രോബബിലിറ്റി ഓഫ് സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ എക്സാക്ട്ലി വൺ ഓഫ് NSS ഓർ NCC. എക്സാക്ട്ലി വൺ ഓഫ് NSS ഓർ NCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ എക്സാക്ട്ലി വരിക. അതായത് NSSൽ വന്നാൽ NCCയിൽ വരരുത്, NCCയിൽ വന്നാൽ NSSൽ വരരുത്. അപ്പോൾ ഇതിനെ എങ്ങനെ പറയാം? ഈ ഒരു ഇവൻറ്റിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? NSSൽ വരിക ആൻഡ് നോട്ട് ഇൻ NCC. ഇൻ NSS ആൻഡ് നോട്ട് ഇൻ NCC. ഓർ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇൻ NCC ആൻഡ് നോട്ട് ഇൻ NSS. NSSൽ വരിക, NCCയിൽ വരാതിരിക്കുക. അല്ലെങ്കിൽ NCCയിൽ വരിക ദെൻ NSSൽ വരാതിരിക്കുക. അപ്പോൾ ആ ഇവൻ്റ് ഏതായിരിക്കും വരിക? NSSൽ വരുന്നതിനെ നമ്മൾ ബി എന്നും NCCയിൽ വരുന്നതിനെ എ എന്നുമാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പോസിബിലിറ്റി ആണെന്ന് പറഞ്ഞു. NCCയിൽ വരിക ദെൻ NSSൽ വരാതിരിക്കുക. NCCയിൽ വന്നിട്ടുണ്ടെങ്കിൽ എ എന്ന് എഴുതും, NSSൽ വന്നിട്ടില്ലെങ്കിൽ ബി ഡാഷ് എന്ന് എഴുതും. അപ്പോൾ ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ആണ്. ഓർ രണ്ടാമത്തത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാ ഈ പോസിബിലിറ്റിയാണ് ഇവിടെ വരിക. എയിൽ വന്നു, ബിയിൽ വന്നില്ല. ഓർ എയിൽ വന്നില്ല, ബിയിൽ വന്നു. അപ്പോൾ എക്സാക്ട്ലി ഒന്നിൽ മാത്രമേ വന്നിട്ടുള്ളൂ. NCCയിൽ വന്നു, NSSൽ വന്നില്ല. അല്ലെങ്കിൽ NCCയിൽ വന്നില്ല, NSSൽ വന്നു. ഇത് മനസ്സിലായോ? ഏതെങ്കിലും ഒന്നിൽ വരിക പറഞ്ഞാൽ എയിൽ വന്നാൽ ബിയിൽ വരാൻ പാടില്ല, ഇനി ബിയിൽ വന്നാൽ എയിൽ വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ എയിൽ വന്നു, എയിൽ വന്നാൽ പിന്നെ എവിടെ വരാൻ പാടില്ല? ബിയിൽ വരാൻ പാടില്ല. ബിയിൽ വരാൻ പാടില്ല പറഞ്ഞാൽ ബി ഡാഷിലേ വരാൻ പാടുള്ളൂ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഓർ അല്ലെങ്കിൽ ബിയിൽ വന്നാൽ പിന്നെ എയിൽ വരാൻ പാടില്ല. ബിയിൽ വന്നു, അതുകൊണ്ടാണ് അവിടെ ഇൻ്റർസെക്ഷൻ ബീന്ന് എഴുതിയത്. പിന്നെ എയിൽ വരാൻ പാടില്ല പറഞ്ഞാൽ എ ഡാഷിൽ വരാം. അപ്പോൾ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതായിരിക്കും നമ്മളെ ഇവിടുത്തെ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? ഓർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? യൂണിയൻ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, ഓറിന് പകരം യൂണിയൻ കൊടുക്കാം. ഇവൻ്റ് എഴുതുമ്പോൾ നമ്മൾ എ ഓർ ബി എന്ന് പറഞ്ഞ ഇവൻറ്റിനെ എ യൂണിയൻ ബി എന്നാണ് എഴുതുക. ഇവിടെ എൻ്റെ സ്ഥാനത്ത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണ്, ബീൻ്റെ സ്ഥാനത്ത് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എ മൈനസ് ബി യൂണിയൻ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് തന്നെയാണ്, വിച്ച് ഈക്വൽ ടു ബി മൈനസ് എ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ മുൻ പ്രോബ്ലങ്ങളിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് അവിടെ സൈഡിലൊന്നും എഴുതാത്തത്. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി, ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ആണ്, അതിനെ ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് എഴുതാം. അതെന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ആണ്. ഓർ വന്നതുകൊണ്ട് അവിടെ യൂണിയൻ വരും. ഇനി നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ മൈനസ് ബിയും ബി മൈനസ് എയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ളത്. നമ്മളൊരു ഡയഗ്രമൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എയും എഫും എടുത്തിട്ടാണ് പറഞ്ഞത്. ഇത് എഫ് ആണ് കേട്ടോ. ഇത് എഫ് എന്ന് പറഞ്ഞ ഇവൻ്റാണ്. ഇയും എഫും എടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇയും എഫും ഇങ്ങനെയാണെങ്കിൽ
E-F എന്ന് പറഞ്ഞ ഇവൻറ്റും E-F എന്ന് പറഞ്ഞ ഇവൻ്റ് ഇതാണ്, F-E എന്ന് പറഞ്ഞ ഇവൻ്റ് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് എയും ബിയും എടുത്താൽ A-Bയും B-Aയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ അത് നമുക്ക് അവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്നുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. അപ്പോൾ അതൊക്കെ പാടെ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, പിന്നെ ആ പ്രോബ്ലത്തിൽ നമ്മളിത് ചെയ്തതുമാണ്, അപ്പോൾ അത് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് A-B യൂണിയൻ B-A, A-Bയും B-Aയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A-B യൂണിയൻ B-A എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് A-B പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B-A എന്ന് എഴുതാം. ഇതിനെ പ്ലസ് ആക്കിയിട്ട് എഴുതാം. ഇനി ഓരോന്നും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൊടുക്കുക. സിൻസ് A-B ആൻഡ് B-A ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ, അതുകൊണ്ടാണ് ഈ യൂണിയനെ നമുക്ക് സമ്മാക്കിയിട്ട് എഴുതാൻ പറ്റിയത്. പ്രോബബിലിറ്റി ഓഫ് A-B യൂണിയൻ B-A എന്നുള്ളതിനെ ഇങ്ങനെ സമ്മാക്കി എഴുതാൻ കാരണം എന്താണ്? A-Bയും B-Aയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട്. ഇനി പ്രോബബിലിറ്റി ഓഫ് A-B എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് A-B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് B-A എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ. ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി തന്നെയാണ്, ഇവിടെ പ്ലസ് ഇല്ല. അപ്പോൾ ഇത് വരും പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ എന്താണെന്ന് നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 30/60. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 24/60. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 32/60. അതിവിടെ കൊടുക്കുക. ഇതിവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? 30/60 മൈനസ് 24/60 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 32/60 മൈനസ് 24/60. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്ത് വരും? ഒക്കേൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ 30 മൈനസ് 24 പ്ലസ് 32 മൈനസ് 24 ചെയ്യുമ്പോൾ എന്ത് വരും? 40/16 എന്ന് വരും. 14/16 വിച്ച് ഈക്വൽ ടു വേണമെന്നുണ്ടെങ്കിൽ 7/13 എഴുതാം. ഇതായിരിക്കും നമ്മളെ ഫൈനൽ ആൻസർ വരിക. ഞാനിവിടെ രണ്ട് പോസിബിലിറ്റി എങ്ങനെ വന്ന ഈ എ ഇൻ്റർസെക്ഷൻ ബി ഡാഷും എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബിയും എങ്ങനെ വന്നാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. അങ്ങനെയാണ് ഇവിടെ പ്ലസ് വന്നത്, അതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ കുറേ ആയി ഇങ്ങനത്തെ പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് വെൻ എ ഹാൻഡ് ഓഫ് 7 കാർഡ് is drawn from a well-shuffled deck of 52 card. It contain, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, all kings. സെക്കൻഡ് ക്വസ്റ്റ്യൻ 3 kings. തേർഡ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3 kings. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മൾ 52 കാർഡിൽ നിന്ന് 7 കാർഡുകൾ ഡ്രോൺ ചെയ്യാണ്, തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ തിരഞ്ഞെടുക്കുന്ന കാർഡുകളിൽ എല്ലാ കിങ്ങും വരാനുള്ള ചോദ്യം നേരെ വായിക്കൂ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് വെൻ എ ഹാൻഡ് ഓഫ് 7 കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾ പാക്ക് ഓഫ് 52 കാർഡ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ്, ഫൈൻഡ് ദ പ്രോബബിലിറ്റി എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. വെൻ എ ഹാൻഡ് ഓഫ് 7 കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾ പാക്ക് ഓഫ് 52 കാർഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ കിങ്സ്, 3 കിങ്സ്, അറ്റ്ലീസ്റ്റ് 3 കിങ്സ്. അതായത് 52 കാർഡിൽ നിന്നും 7 കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് എന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ കിങ്സ്, എല്ലാ കിങ്ങും വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 കിങ്സ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3 കിങ് എങ്കിലും വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതായത് നമ്മളെ 52 കാർഡിൽ നമുക്കറിയാം അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും നമ്മൾ 7 കാർഡ് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ 7 കാർഡുകളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളെ സാമ്പിൾ സ്പേസിൽ എന്താ ഉണ്ടായിരിക്കുക? 52 കാർഡിൽ നിന്ന് 7 കാർഡുകളെ എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റുമോ ആ മുഴുവൻ പോസിബിലിറ്റി നമ്മളെ സാമ്പിൾ സ്പേസിൽ ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് ഇവൻ്റ് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന 7 കാർഡിൽ
എല്ലാ കിങ്ങും ഉണ്ടായിരിക്കണം. എല്ലാ കിങ്ങും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ 7 കാർഡും കിങ് ആവണം എന്നല്ല. നമ്മൾ 52 കാർഡിൽ ആ പാക്ക് ഓഫ് കാർഡിൽ എത്ര കിങ്ങുകൾ ഉണ്ടോ അത്ര കിങ്ങുകളും നമ്മൾ ഈ സെലക്ട് ചെയ്ത കാർഡിൽ ഉണ്ടായിരിക്കണം. 7 കാർഡ് വീതമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ 7 കാർഡിലും എന്തുണ്ടായിരിക്കണം? പോസിബിൾ ആയിട്ടുള്ള എല്ലാ കിങ്സും ഉണ്ടായിരിക്കണം. അങ്ങനെ വരുന്നതിൻ്റെ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഒന്ന് നേരെ വായിച്ചാലാണ് സംഭവം നിങ്ങൾക്ക് കത്തുള്ളൂ. ഓൾ കിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വിചാരിക്കുക 7 കാർഡും കിങ് ആവുക എന്നുള്ളതാണ്. പക്ഷേ 7 കാർഡും കിങ് ആവുന്നത് പോസിബിൾ അല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതാണ് നമ്മളെ കാർഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ കാർഡിൽ നമുക്കറിയാം 52 കാർഡുകളെ നമ്മൾ ആദ്യം 2ആയി ക്ലാസിഫൈ ചെയ്തു. അതിന് ഓരോന്നിനെയും 2 വീതമായിട്ട് ക്ലാസിഫൈ ചെയ്തു. 4 സ്യൂട്ടുകളാണുള്ളത്: ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പെയ്ഡ്. ഓരോന്നിലും എയ്സ് ഉണ്ട്, കിങ് ഉണ്ട്, ക്യൂൻ ഉണ്ട്, ജാക്ക് ഉണ്ട്, 10, 9, 8 അപ് ടു 2 വരെ ഉണ്ട്. അപ്പോൾ മൊത്തം 52 കാർഡിൽ മൊത്തം എത്ര കിങ് ഉണ്ടായിരിക്കും? എത്ര കിങ് കാർഡുകൾ ഉണ്ടായിരിക്കും? ഇതിലൊരു കിങ് ഉണ്ട്, ഇതിലൊരു കിങ് ഉണ്ട്, ഇതിലൊരു കിങ് ഉണ്ട്, ഇതിലൊരു കിങ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 52 കാർഡിൽ എത്ര കിങ്ങുകളായിരിക്കും ഉണ്ടായിരിക്കുക? 4 കിങ്ങുകളായിരിക്കും ഉണ്ടായിരിക്കുക. എത്ര ഈസുകളായിരിക്കും ഉണ്ടായിരിക്കുക? 4 ഈസുകളാണ് ഉണ്ടാവുക. എത്ര ജാക്കുകളാണ് ഉണ്ടായിരിക്കുക? 4 ജാക്കുകളാണ് ഉണ്ടായിരിക്കുക. എത്ര 10 നമ്പറുള്ള എത്ര കാർഡുകൾ ഉണ്ടായിരിക്കും? 4 കാർഡുകൾ ഉണ്ടായിരിക്കും. 2 നമ്പറുള്ള എത്ര കാർഡുകൾ ഉണ്ടായിരിക്കും? 4 കാർഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? മൊത്തം അവിടെ കിങ്ങിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 4ആണ്. 52 കാർഡിൽ ടോട്ടൽ എത്ര കിങ്ങുകളുണ്ട്? 4 കിങ്ങുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് അറിയാം 52 കാർഡിൽ 4 കിങ്ങുകളാണ് ഉള്ളത് എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ ആദ്യം സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് അറിയണ്ടേ? സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻ്റ് ഉണ്ടായിരിക്കും? നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 7 കാർഡുകളാണ്. എത്ര കാർഡിൽ നിന്ന്? 52 കാർഡിൽ നിന്ന്. 52 കാർഡിൽ നിന്ന് 7 കാർഡുകളെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 52C7 വേസിൽ സെലക്ട് ചെയ്യാം. 7 കാർഡ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം 52 കാർഡ് ഇൻ 52C7. ഇനി അതിൻ്റെ ആൻസർ ഒരു വലിയ നമ്പറാണ്, അത് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ നമ്പറാണ്. വേണം എന്നുള്ളവരെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ 52C7 എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ കിട്ടും. ഇത് കണ്ടുപിടിക്കണം എന്നില്ല, ഇത് വലിയൊരു നമ്പർ അല്ലേ, കണ്ടുപിടിക്കൽ പോസിബിൾ, കാൽക്കുലേറ്ററിൽ പോസിബിൾ ആണ്, അല്ലാത്ത കേസിൽ അത് പോസിബിൾ അല്ല. അപ്പോൾ 52C7 എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ N(s) എന്ന് പറയുന്നത് എത്രയായിരിക്കും? 52C7 ആയിരിക്കും. 52C7. ഞാൻ ഈ 52C7 എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഈ നമ്പറിലേക്ക് പോകുന്നില്ല. കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു എന്ന് മാത്രം. 52C7. അപ്പോൾ സാമ്പിൾ സ്പേസിൽ 52C7 ഉണ്ട്. ഇനി ഓൾ കിങ്സ് എന്നാണ് പറയുന്നത്. ഓൾ കിങ്സ് അതായത് നമ്മൾ എടുക്കുന്ന 7 കാർഡിൽ, നമ്മൾ എടുക്കുന്ന കാർഡുകളിൽ എല്ലാ കിങ്സും ഉണ്ടായിരിക്കണം. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ കിങ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് പറയുന്നത് നമ്മൾ എടുക്കുന്നത് മൊത്തം 7 കാർഡാണ്. ആ 7 കാർഡിൽ എന്തായാലും പോസിബിൾ ആവുന്ന എല്ലാ കിങ്ങും വന്നിട്ടുണ്ടാവണം. എല്ലാ കിങ്ങും വന്നിട്ടുണ്ടാവണം എന്ന് പറഞ്ഞാൽ ആ ഇവൻറ്റിനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ ഇവൻറ്റിനെ നിങ്ങൾ എന്ന് വിളിച്ചോളൂ. അപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വരിക? എന്ന് പറയുന്നത് എന്തായാലും 7 കാർഡുകളുടെ സെലക്ഷനാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റുകളും 7 വീതം കാർഡുകളുള്ള ഓരോരോ സെറ്റായിരിക്കും. ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ 7 കാർഡുള്ളത്. സെക്കൻഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 7 കാർഡുള്ള ഒരു സെറ്റ്. ഈ ഒരു ഇവൻറ്റിനെ നിങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ കിങ്ങും കണ്ടെയ്ൻ ചെയ്യാനുള്ള ഇവൻറ്റിനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞ സെറ്റിൽ ഫസ്റ്റ് എലമെൻറ്റ് വരിക 7 കാർഡുകളുള്ള ഒരു സെറ്റാണ്. രണ്ടാമത്തെ എലമെൻറ്റ് വരിക 7 കാർഡുകളുള്ള ഒരു സെറ്റാണ്. മൂന്നാമത്തെ എലമെൻറ്റ് വരിക 7 കാർഡുകളുള്ള ഒരു സെറ്റാണ്. അങ്ങനെ അതിൽ എത്ര എലമെൻ്റ് ഉണ്ടോ ആ അത്രയും എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഓരോ എലമെൻറ്റിലും 7 കാർഡുള്ള സെറ്റ് ഉണ്ടായിരിക്കും. ഇനി ഓരോ സെറ്റിൻ്റെയും പ്രത്യേകത എന്താ? ഫസ്റ്റ് കേസ് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ കിങ്സ്. ഏതൊരു സെറ്റ് എടുത്താലും അതിൽ എല്ലാ കിങ്സും ഉണ്ടായിരിക്കണം. എല്ലാ കിങ്സും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏതൊരു സെറ്റ് എടുത്താലും അതിൽ 4 കിങ്ങും ഉണ്ടായിരിക്കണം. ഏതൊരു സെറ്റ് എടുത്താലും എന്ന് പറഞ്ഞ ഇവൻറ്റിൽ ഏതൊരു എലമെൻ്റ് എടുത്താലും 7 കാർഡുകൾ വീതമുള്ള സെറ്റാണ് ഉണ്ടാവുക. ആ സെറ്റിൽ ഏത് സെറ്റ് എടുത്താലും അതിൽ എന്തുണ്ടായിരിക്കണം? ഓൾ കിങ്സ്. ഓൾ കിങ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ 4 കിങ് എന്തായാലും വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഈ 7 കാർഡിൽ, ഫസ്റ്റ് കേസിൽ 7 കാർഡിൽ 4 എണ്ണം എന്തായിരിക്കണം?
കിങ് ആയിരിക്കണം. കാരണം അവിടെ മാക്സിമം 4 കിങ്ങുകളേ ഉള്ളൂ, അതുകൊണ്ടാണ് 4 കിങ് എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള 3 എന്തായിരിക്കണം? കിങ് അല്ലാത്ത ഏതെങ്കിലും കാർഡുകളായിരിക്കണം. 4 കിങ് ഓൾറെഡി എടുത്തു. ഇനി നമുക്ക് എടുക്കാൻ പറ്റുന്നത് ബാക്കിയുള്ള കാർഡിൽ നിന്ന് കിങ്ങുകളല്ലാത്ത കാർഡുകളാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സിൻസ് അവർ സെലക്ഷൻ വിൽ കണ്ടെയ്ൻ ഓൾ കിങ്സ്, എല്ലാ കിങ്ങും കണ്ടെയ്ൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? വി ഹാവ് ടു സെലക്ട് 4 കിങ്സ് ഫ്രം 4. 4 എല്ലാ കിങ്ങും വരണം എന്നുള്ളത് കൊണ്ട് 4 കിങ്ങിൽ നിന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതിനെ എത്ര വേസിൽ തിരഞ്ഞെടുക്കാം? 4c4 വിച്ച് ഈക്വൽ ടു 1 വേസിലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. 4 കിങ്ങും എന്തായാലും വരണം. ആകെ അവിടെ 4 കിങ് ഉണ്ട്. അപ്പം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്തായാലും ഞാൻ ആദ്യം എന്ത് ചെയ്യും? 4 കിങ്ങുകളെ തിരഞ്ഞെടുത്ത് വയ്ക്കും. അത് ഒരു വേയിലല്ലേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, ആകെ ഒറ്റ വേ അവിടെ ഉള്ളൂ. അപ്പോൾ 4c4 ഈക്വൽ ടു 1 വേസിൽ 4 കിങ്ങിൽ നിന്ന്, മൊത്തം 4 കാർഡുകളാണ്, അതിൽ നിന്ന് 4 കാർഡുകളെ നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 4c4 വേസിൽ സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള 3 എത്ര കാർഡിൽ നിന്നാണ് സെലക്ട് ചെയ്യുക? 48 കാർഡാണ്. കാരണം എന്താ? ടോട്ടൽ അവിടെ 52 കാർഡ്, അതിൽ 4 കിങ് ആണ്. അപ്പോൾ ആ 4 പോയി, ബാക്കി 52 - 4 48 കാർഡ്. കിങ് അല്ലാത്ത കാർഡുകളുടെ എണ്ണം എത്രയായിരിക്കും? 48 ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള 3 സെലക്ട് ചെയ്യേണ്ടത് ഈ 48 കാർഡിൽ നിന്നാണ്. അതിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 48c3 വേസിൽ സെലക്ട് ചെയ്യാം. 4 കിങ്ങുകളെ 4c4 വേസിലും 3 നോൺ കിങ്ങുകളെ 48c3 വേസിലും സെലക്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഏതൊരു എലമെൻ്റ് എടുത്താലും, ഏതൊരു സാമ്പിൾ പോയിന്റ് എടുത്താലും അതിൽ 4 കിങ്ങും ഉണ്ടായിരിക്കണം. 4 കിങ്ങുകളെ 4 കാർഡിൽ നിന്ന് 4c1 വേസിൽ സെലക്ട് ചെയ്യാം. 3 നോൺ കിങ്ങുകളെ, ബാക്കി 3 നോൺ കിങ്ങുകളായിരിക്കണം, അതിനെ നമുക്ക് 48 കാർഡിൽ നിന്ന് 48c3 വേസിൽ സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഇവൻറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? അങ്ങനെയാണെങ്കിൽ ആ ഇവൻറ്റിനെ ഞാൻ എ എന്ന് വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യം എഴുതാൻ മറന്നതാണ്. എ ബി ദ ഇവൻറ്റ് സച്ച് ദാറ്റ് സെലക്ടിങ് ഓൾ കിങ്സ്, എല്ലാ കിങ്ങും സെലക്ട് ചെയ്യുന്ന ഇവൻറ്റിനെ എ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എന്ന് പറഞ്ഞാൽ 4 കിങ്ങും വരണം, 3 നോൺ കിങ്ങും വരണം. 4 കിങ്ങിനെ നമുക്ക് 4c1 വേസിൽ സെലക്ട് ചെയ്യാം. 3 നോൺ കിങ്ങുകളെ 48c3 വേസിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ എൻ ഓഫ് എന്ന് പറഞ്ഞാൽ 4c4 ഇൻറ്റു 48c3. കാരണം 4 കിങ്ങുകളെയും സെലക്ട് ചെയ്യണം ആൻഡ് 3 നോൺ കിങ്ങുകളെയും സെലക്ട് ചെയ്യണം. ടോട്ടൽ 7 കാർഡ് വേണ്ടേ? അപ്പോൾ 4 ഇങ്ങനെയും സെലക്ട് ചെയ്യണം, കിങ് ആവുന്ന രീതിയിലും സെലക്ട് ചെയ്യണം, 3 കിങ് അല്ലാത്ത രീതിയിലും സെലക്ട് ചെയ്യണം. അപ്പോൾ എൻ ഓഫ് എന്ന് പറയുന്നത് ടോട്ടൽ ഇത്ര വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാമല്ലോ. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 4c4 ഇൻറ്റു 48c3 ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 52c7. നിങ്ങൾ അത്ര മാത്രം എഴുതിയാൽ മതി, ഈ വലിയ നമ്പേഴ്സ് ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഈ 17 ഈ നമ്പറൊക്കെ എഴുതുന്നതിന് പകരം നിങ്ങൾ എൻ ഓഫ് എ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഇത് എഴുതിയാൽ മതി. 4c4 ഇൻറ്റു 48c3 എൻ ഓഫ് എസ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഇതും എഴുതിയാൽ മതി. എന്നിട്ട് അണ്ടർലൈൻ ചെയ്താലും നിങ്ങൾക്ക് ഫുൾ മാർക്കും അവിടെ കിട്ടും. ഇത് വലിയ വലിയ നമ്പേഴ്സാണ്, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ചെയ്യണം എന്നില്ല, ഞാനിവിടെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. വേണം എന്നുള്ളവർ വലിയ ആൻസർ എഴുതിക്കോളൂ, അല്ലാത്തവർ അപ്പോൾ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഇത്ര എഴുതിയാലും മതി കേട്ടോ. ഈ നമ്പേഴ്സ് ഒന്നും കണ്ടുപിടിച്ച് എഴുതണം എന്നില്ല, ഇത്ര നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇതിൻ്റെ കിട്ടും. വലിയ വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതൊന്നും അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കൽ നടക്കില്ല. അപ്പോൾ അതിന് വെറുതെ ടൈം കളയണ്ട, ഇത്ര എഴുതിയാൽ തന്നെ ഫുൾ മാർക്കും കിട്ടും. ഇതെങ്ങനെ പോയാലും ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവും. അപ്പോൾ ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇതൊക്കെ എഴുതുന്നതിന് തന്നെ അവിടെ മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ്ടോ നമ്മൾ എ എന്ന് പറഞ്ഞ ഇവൻ്റ് എടുക്കണത്. എ എന്ന് പറഞ്ഞ ഇവൻറ്റിൽ ഉണ്ടാവുക ഓരോ എലമെൻറ്റും 7 കാർഡുകൾ വീതമുള്ള സെറ്റായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാലാണ് ഇത്. C1 C2 എക്സെട്ര C7 ആണ് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ്. 7 കാർഡുകൾ വീതമുള്ള ഒരു ഗ്രൂപ്പാണ് ഫസ്റ്റ് എലമെൻറ്റ്. അതേപോലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാലും 7 കാർഡുകൾ വീതമുള്ള ഒരു ഗ്രൂപ്പാണ്. ഒക്കെ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റ് ആയിരിക്കണ്ടേ. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താ പറയുന്നത്? ഇതിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ കിങ്സ്, എല്ലാ കിങ്ങിനെയും കണ്ടെയ്ൻ ചെയ്യണം. ഏതൊരു പെയർ എടുത്താലും അതിൽ എല്ലാ കിങ്ങും ഉണ്ടായിരിക്കണം. എല്ലാ കിങ്ങും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ പോസിബിൾ മാക്സിമം അവിടെ 4 കിങ്ങുകളാണ് ഉള്ളത്. 52 കാർഡിലെ മൊത്തം 4 കിങ്ങുകളാണ്. അപ്പോൾ ഏതൊരു പെയർ എടുത്താലും അതിൽ 4 കിങ് എന്തായാലും വന്നിട്ടുണ്ടായിരിക്കണം.
അപ്പം നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം K1, K2, K3, K4. ആദ്യത്തെ 4 കാർഡുകൾ കിങ്, പിന്നുള്ളത് ഏത് വാണിച്ചാൽ ആയിക്കോട്ടെ. അതാണ് ആദ്യത്തെ 4 K4 വരെ എഴുതി, പിന്നെ ഞാൻ C7 എന്ന് എഴുതുന്നത്. ഇവിടുത്തെ 5ാമത്തെയും 6ാമത്തെയും കാർഡുകൾ എന്താവാം, വേറെ കാർഡുകളാണ്, നോൺ കിങ് കാർഡുകളാണ്. അപ്പം അതിനെ നമ്മൾ C5, C6, C7 എന്ന് എഴുതി. അടുത്ത പേരെടുത്താലും അതിലും എന്തുണ്ടായിരിക്കണം, അടുത്ത പേരെടുത്താൽ അതിലും 4 കിങ്ങുകളായിരിക്കണം, ബാക്കി നോൺ കിങ്ങുകളായിരിക്കണം. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ 3 കിങ്സ് എന്നാണ് പറഞ്ഞത്. 3 കിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതേ കാര്യം തന്നെ വരും. അതിൽ 3 കിങ്ങുകളായിരിക്കണം, ബാക്കിയുള്ളത് നോൺ കിങ് ആയിരിക്കണം. അടുത്ത പേരെടുത്താലും 3 കിങ്ങുകളായിരിക്കണം, ബാക്കിയുള്ളത് നോൺ കിങ്ങുകളായിരിക്കണം. ഇപ്പൊ ഇതേപോലെ തന്നെയാണ് അത് വരിക. പക്ഷെ അവിടെ എന്താണ്, സെറ്റ് ഓഫ് ഓൾ ബി എന്ന് പറഞ്ഞാൽ സെലക്ടിങ് 3 കിങ്സ്. 3 കിങ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം അവിടെ 4 കിങ്ങുകളാണ് ഉള്ളത്. അപ്പൊ 3 കിങ്സിനെ നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം, 4C3 വേസിൽ സെലക്ട് ചെയ്യാം. ബാക്കി 3 കിങ് വന്നിട്ടുണ്ടെങ്കിൽ, മൊത്തം 7 കാർഡുകളാണ്, 3 കിങ് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി 4 എന്തായിരിക്കണം, നോൺ കിങ് ആയിരിക്കണം. അതിനെ നമുക്ക് 48 എണ്ണത്തിലാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് 48C4 എന്ന് വരും. ഇതേപോലെ തന്നെയാണ് ഇവിടെ 4ന്റെ സ്ഥാനത്ത് 3 വരും, ഇവിടെ 3ന്റെ സ്ഥാനത്ത് 4 എന്ന് വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെറ്റ് ബി ബി സച്ച് ദാറ്റ് സെലക്ടിങ് 3 കിങ്സ്, ദാറ്റ് ഈസ് വി ഹാവ് ടു സെലക്ട് 3 കിങ് ആൻഡ് 4 നോൺ കിങ്. 3 കിങ്ങും സെലക്ട് ചെയ്യണം, 4 4 കിങ്ങും നോൺ കിങ്ങും സെലക്ട് ചെയ്യണം അല്ലേ. ഏത് കോമ്പിനേഷൻ ഏത് സെറ്റ് എടുത്താലും അതിൽ 3 കിങ് ആയിരിക്കണം. 3 കിങ് ആയിരിക്കണം പറഞ്ഞാൽ ബാക്കി 4 നോൺ കിങ് ആയിരിക്കണം. അതാണ് എഴുതിയിട്ടുള്ളത്. വി ക്യാൻ സെലക്ട് 3 കിങ്സ് ഫ്രം 4. ടോട്ടൽ അവിടെ 4 കിങ് കാർഡുകളാണ് ഉള്ളത്. അതിന് 3 എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം, 4C3 വേസിൽ സെലക്ട് ചെയ്യാം. ആൻഡ് 3 കിങ് ആണെങ്കിൽ 4 നോൺ കിങ് ആണ്. 4 നോൺ കിങ് ക്യാൻ ബി സെലക്ടഡ് ഇൻ റിമൈനിങ് 48 കാർഡ്. മൊത്തം 4 കിങ് കാർഡുകളാണ്. അപ്പോൾ ബാക്കി നോൺ കിങ് കാർഡ് എന്ന് പറഞ്ഞാൽ 48 ആയിരിക്കും. 52 - 4 48. അപ്പോൾ 48C4 എന്ന് വരും. Therefore n of b equal to 4C3 into 48C4. 4 കിങ്ങും സെലക്ട് ചെയ്യണം, 3 കിങ്ങും സെലക്ട് ചെയ്യണം, 4 നോൺ കിങ്ങും സെലക്ട് ചെയ്യണം. അപ്പോൾ രണ്ടും പാടെ നടക്കണം, ആൻഡ് ആണ് അവിടെ വരിക. അപ്പോൾ 4C3 into 48C4. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ n of b divided by n of s which equal to 4C3 into 48C3 divided by 52C7. ഇതുവരെ എഴുതിയാൽ മതിയാവും. ഇനി വേണം എന്നുള്ളവർ ഇത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് വരിക. 52C7 കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് വരിക. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 86,480 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9/1447 എന്ന് വരും. ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇത്ര എഴുതിയാൽ മതി. ഇതുവരെ എഴുതിയാൽ തന്നെ ധാരാളം. ഇതുവരെ എഴുതിയാൽ മതി, ഇത് എഴുതണം എന്നില്ല. ഇതുവരെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗെറ്റിംഗ് അല്ല കണ്ടെയ്ൻ എന്നാക്കൂ കേട്ടോ. ഈ ഗെറ്റിംഗ് വെട്ടിയിട്ട് കണ്ടെയ്ൻ എന്നാക്കുക. സി ബി ദി ഇവന്റ് സച്ച് ദാറ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 3 കിങ്സ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാർഡുകളിൽ നമ്മൾ 7 കാർഡുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് 3 കിങ് എങ്കിലും ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 3 കിങ് എങ്കിലും പറഞ്ഞാൽ 3ൽ കുറയാൻ പാടില്ല, 3 3നേക്കാൾ കൂടുതലോ ആയിരിക്കണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 കിങ്സ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പോസിബിലിറ്റിയാണ്, മൊത്തം എത്ര കിങ്ങുകൾ വരെ വരാം, മാക്സിമം അതിൽ 4 കിങ്ങുകളല്ലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം 4 കിങ്ങുകൾ വരെ വരാം. മിനിമം എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പോൾ അവിടെ 2 പോസിബിലിറ്റിയാണ്. ഒന്ന് 3 കിങ്ങുകളുള്ള കോമ്പിനേഷൻസ്, അടുത്തതെന്ന് പറഞ്ഞാൽ 4 കിങ്ങുകളുള്ള കോമ്പിനേഷൻസ്. കുറച്ച് മുന്നേ ചെയ്ത രണ്ടും വരും. ആദ്യം നമ്മൾ ചെയ്തത് 4 കിങ്ങുകളുള്ള കോമ്പിനേഷനാണ് എ പാർട്ടിൽ ചെയ്തത്. രണ്ടാമത്തെ പാർട്ടിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൽ നമ്മൾ ചെയ്തത് 4 കിങ്ങുള്ള കോമ്പിനേഷൻസും രണ്ടാമത്തേതിൽ നമ്മൾ ചെയ്തത് 3 കിങ്ങുകളുള്ള കോമ്പിനേഷനും. ആ രണ്ടും പാടെ ചേർന്ന ഇവന്റ് ആണ് ആക്ച്വലി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗെറ്റിംഗ് ഓർ കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 3 കിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 3 കിങ്സ് വരാം, അല്ലെങ്കിൽ 4 കിങ്സ് വരാം. അതായത് ഏത് കോമ്പിനേഷൻ എടുത്താലും അതിൽ ഒന്നില്ലെങ്കിൽ 3 കിങ്സും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏത് കോമ്പിനേഷൻ എടുത്താലും അതിൽ 4 കിങ്സ് ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചു മുന്നേ ചെയ്ത 2 പ്രോബ്ലം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ദർ ആർ 2 പോസിബിലിറ്റി. ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 കിങ് ആൻഡ് 4 നോൺ കിങ്സ്.
അറ്റ്ലീസ്റ്റ് 3 കിങ്സ് എന്ന് പറഞ്ഞാൽ 3 കിങ്സ് വരാം. 3 കിങ്സ് വന്നാൽ 4 എണ്ണം നോൺ കിങ്സ് ആയിരിക്കും. ഓർ അല്ലെങ്കിൽ എന്ത് വരാം, 4 കിങ്സ് വരാം. 4 കിങ്സ് വന്നാൽ 3 എണ്ണം നോൺ കിങ്സ് ആയിരിക്കും. ഇനി 5 എന്ന് എഴുതാൻ പറ്റുമോ? കാരണം 5 കിങ്സ് വരണം എന്നുണ്ടെങ്കിൽ 5 കിങ് കാർഡ് അവിടെ വേണ്ടേ. ടോട്ടൽ അവിടെ എത്ര കിങ് കാർഡേ ഉള്ളൂ? 4 കിങ് കാർഡേ ഉള്ളൂ. അപ്പോൾ ഇത് അവിടെ നിൽക്കും, ഇത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് വേറെ പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഈ 2 പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എഴുതുമ്പോൾ നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് സി ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് സി എന്ന് പറഞ്ഞാൽ കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 3 കിങ്സ്. കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 3 കിങ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ 3 കിങ്സ് ഓർ 4 കിങ്സ്. 2 പോസിബിലിറ്റിയാണ്, 3 കിങ്സ് വരുന്നത് അല്ലെങ്കിൽ 4 കിങ്സ് വരുന്നത്. പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് ആൻഡ് നോൺ 4 കിങ്സ് ഓർ 4 കിങ്സ് ആൻഡ് 3 നോൺ കിങ്സ്, അങ്ങനെ എഴുതാം. ഞാനിത് ഒറ്റയടിക്ക് എഴുതിയെന്ന് മാത്രം. 3 കിങ്സ് വരുന്ന പോസിബിലിറ്റി ഒന്ന്, രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 4 കിങ്സ് വരുന്നത്. അപ്പോൾ ഇതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കിങ്സ് വരുന്ന ഇവന്റ് ആണ് ആദ്യത്തേത്, 4 കിങ്സ് വരുന്നതാണ് രണ്ടാമത്തെ ഇവന്റ്. അപ്പോൾ നമ്മൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പി ഓഫ് സി എന്ന് പറയുന്നത് എന്തിനോട് സെയിം ആണ്? പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് ഓർ 4 കിങ്സ്. ഇനി പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് എന്ന് പറഞ്ഞ ഇവന്റ് 7 കാർഡിൽ 3 കിങ്സ് വരിക അല്ലേ. 7 കാർഡ് വീതമുള്ള ഓരോ സെറ്റിലും 3 കിങ്സ് വരുന്നതാണ് ആദ്യത്തെ ഇവന്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഇവന്റ് എന്ന് പറഞ്ഞാൽ 7 കാർഡുള്ള ആ സെറ്റിൽ 4 എണ്ണം കിങ്സ് ആയിട്ട് വരിക. അപ്പോൾ ഈ 2 ഇവന്റും എന്തായിരിക്കും? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഒന്നിൽ 3 കിങ്സ് ആണ് ഉള്ളത്, പിന്നെ ബാക്കി 4 നോൺ കിങ്സ്. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കിങ്സും ബാക്കി 3 നോൺ കിങ്സും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ, ഈ ഇവൻറ്റിൻ്റെയും ഈ ഇവൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 5 ആണ് വരിക. ഒരിക്കലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് വരില്ല. ഇതിൽ എപ്പോൾ എടുത്താലും, ഈ ഇവൻറ്റിൽ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൽ 3 കിങ്സ് ഉണ്ടായിരിക്കും, 4 നോൺ കിങ്സ് ഉണ്ടായിരിക്കും. ഈ ഇവൻറ്റത്തെ ഏത് എലമെൻ്റ് എടുത്താലും അതിൽ 4 കിങ്സും ഉണ്ടായിരിക്കും, 3 നോൺ കിങ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 ഇവൻറ്റും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് ഓർ 4 കിങ്സ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 4 കിങ്സ് എന്ന് എഴുതാം. കാരണം പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്, വിച്ച് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഈ യൂണിയൻ ബി എന്നുള്ളതിനെ നമുക്ക് സം ആക്കിയിട്ട് എഴുതാം. അതുകൊണ്ട് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് യൂണിയൻ 4 കിങ്സ് എന്നാണ് വരിക. അതെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 4 കിങ്സ്. പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ പാർട്ടിൽ ബി പാർട്ടിൽ ചെയ്തതല്ലേ. പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണെന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ഇതിൽ എഴുതി വന്നപ്പോൾ ഇവിടെ C3 എന്ന് എഴുതിയിരുന്നു, അത് അറിയാതെ എഴുതിയതാണ്. എൻ ഓഫ് ബി ഇവിടെ C4, അത് ശരിയായിട്ടാണ് എഴുതിയത്. പക്ഷെ പ്രോബബിലിറ്റി ഓഫ് ബി വന്നപ്പോൾ ഇവിടെ 48C4 എന്ന് പകരം 48C3 എന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് തിരുത്തണം. ഇവിടെ C4 എന്നാക്കണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? അത് ഈ വാല്യൂവിനോട് ഈക്വൽ ആണ്. പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് എന്ന് പറയുന്നത് ഈ വാല്യൂവിനോട് ഈക്വൽ ആണ്. അതിവിടെ കൊടുക്കുക, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 4 കിങ്സ് വരാനുള്ള പ്രോബബിലിറ്റി എ പാർട്ടിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ബി പാർട്ടിൽ നിന്ന് കിട്ടുന്നതാണ്, ഇത് എ പാർട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. എ പാർട്ടിൽ ഇതിൻ്റെ ആൻസർ എന്തായിരുന്നു? എ പാർട്ടിൽ അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ്, 4C4 ഇൻറ്റു 48C3 ഡിവൈഡഡ് ബൈ 52C4. അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ എ പാർട്ടിൽ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇതും അവിടെ കൊടുക്കുക. കാരണം അത് 4 കിങ്സ് വരുന്ന പ്രോബബിലിറ്റിയാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നോക്കി അറിയാം. എ പാർട്ട് എന്ന് പറഞ്ഞാൽ 4 കിങ്സ് വരുന്നതാണ്, ബി പാർട്ട് എന്ന് പറഞ്ഞാൽ 3 കിങ്സ് വരുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സി പാർട്ടിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. അത് ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തേത് നമ്മളെ ബി പാർട്ടിൽ നിന്ന് ഇത് കിട്ടി, എ പാർട്ടിൽ നിന്ന് എന്ത് വരും? 4C4 ഇൻറ്റു 48C3 ഡിവൈഡഡ് ബൈ 52C7. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതിയാലും മതി, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും.
രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റേഴ്സിന് ഞാൻ ആഡ് ചെയ്തു എന്ന് മാത്രം. 4c3 ഇൻറ്റു 48c4 പ്ലസ് 4c4 ഇൻറ്റു 48c3 ഹോൾ ഡിവൈഡഡ് ബൈ 52c7. വേണം എന്നുള്ളവർക്ക് ഇത് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇത് എങ്ങനെ വന്നെന്ന് ഡൗട്ട് ഉള്ളവർക്കാണ് ഇവിടെ ഫ്രം പാർട്ട് ബി എന്ന് എഴുതിയത്. 3 കിങ്സ് വരുന്ന പ്രോബബിലിറ്റി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 4 കിങ്സ് വരുന്ന പ്രോബബിലിറ്റി ഏലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്യാവശ്യം ലാസ്റ്റ് കുറച്ച് വീഡിയോസിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതും എന്നാൽ കുറച്ചധികം ചെയ്യാനുള്ളതുമാണ്. അതായത് ആ സെലക്ഷൻ എന്നുള്ളത് നേരെ മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. ആദ്യത്തെ കുറച്ച് വീഡിയോസിലൊക്കെ ഡയറക്റ്റ് ആയിരുന്നു, എല്ലാം തന്നിട്ട് നമുക്ക് അതിന് എഴുതാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെയല്ല. ആ ഇവൻ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇവൻ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ അതിൽ എത്ര എലമെൻറ്റ്സ് വരാം, എങ്ങനെയൊക്കെ വരാം എന്നുള്ള ആ ഒരു ചിന്തിക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അപ്പോൾ കുറേ തവണ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക എന്നല്ല, നിങ്ങൾ ആലോചിക്കുക. ആ പോസിബിലിറ്റി നിങ്ങൾ തന്നെ സ്വയം ഇരുന്ന് ആലോചിക്കുക എങ്ങനെയൊക്കെ വരും എന്നുള്ളത്. എന്നിട്ട് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ചെയ്ത് വരാനുണ്ടെങ്കിൽ കൂടെ കോമ്പിനേഷൻസ് നന്നായിട്ട് അറിയണം. കോമ്പിനേഷൻസ് ഒന്നുമില്ല, n ഒബ്ജക്ട്സിൽ നിന്ന് 6 ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യുന്നത് കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ്. സെലക്ഷൻ ആണെങ്കിൽ അവിടെ കോമ്പിനേഷൻ യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇതോടുകൂടി ഏകദേശം നമ്മളെ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എല്ലാവരും എല്ലാ പ്രോബ്ലംസും നന്നായിട്ട് പഠിക്കുക. ഞാൻ ഇതിൽ ചെയ്യിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വീഡിയോയിൽ എങ്ങാനും മാത്രമേ സാമ്പിൾ സ്പേസിൽ ഞാൻ എക്സ്ട്രാ ടെക്സ്റ്റിലുള്ളത് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് മൊത്തം ഓരോരോ ഇയറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതോടുകൂടി നമ്മളെ പ്രോബബിലിറ്റി എന്നുള്ള ആ ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കും.